അപ്പോൾ ഇന്ന് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിന് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ട്രാൻസിസ്റ്റർ എന്താണ്, അതങ്ങനെ ടൈപ്സ്, 2 ടൈപ്സ് ഉണ്ട്. NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. NPN ആണ് ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ. കാരണം വെച്ചാൽ മെജോറിറ്റി ചാർജുകാർ ആരായിരുന്നു? ഇലക്ട്രോൺസ്. പിന്നെ PNPയിലെ മെജോറിറ്റി ചാർജുകാർ ആരായിരുന്നു? ഹോൾസ്. അപ്പം ഇലക്ട്രോണിന്റെ മൊബിലിറ്റി എന്തായിരുന്നു? കൂടുതലായിരുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഡിസ്കസ് ചെയ്തു. പിന്നെ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ 3 ടെർമിനൽ ഡിവൈസ് ആണ്, 3 ടെർമിനൽ ഡിവൈസ് ആണ്. പിന്നെ 3 റീജിയൻസ് ഉണ്ട്. ഒന്നുള്ളത് എമിറ്റർ റീജിയൻ ഉണ്ട്, പിന്നെ ബേസ് ഉണ്ട്, പിന്നെ കളക്ടർ. ഓക്കെ, ഇത് എമിറ്റർ, ഇത് ബേസ്, പിന്നെ ഇത് കളക്ടർ റീജിയൻ ഉണ്ട്. ശരി, പിന്നെ വേറെ എന്ത് കാര്യം പഠിച്ചു? എമിറ്റർ റീജിയന്റെ എന്തായിരിക്കും? ഹൈലി ഡോപ്ഡ് ആയിരിക്കും, ബേസിൽ വളരെ കുറച്ചായിരിക്കും, കളക്ടർ റീജിയന് മോഡറേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, സാധാരണ നോർമൽ കേസ് വർക്ക് ചെയ്യുന്നത്, നോർമൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി ഈ എമിറ്ററും ബേസ് ഫോർവേഡ് ബയസിംഗിലായിരിക്കും. എമിറ്ററും ബേസും എന്തായിരിക്കണം? ഫോർവേഡ് ബയസിംഗിലായിരിക്കണം. പിന്നെ ബേസും കളക്ടറും എന്തിലായിരിക്കണം? റിവേഴ്സ് ബയസിംഗിലായിരിക്കണം. എന്താ ബയസിംഗ്? നമ്മൾ ഡയോഡ് ചാപ്റ്റർ നോക്കിയല്ലേ. അപ്പോൾ ഡയോഡ് എങ്ങനെയായിരുന്നു? പിയും എന്നും. ഓക്കെ, ഫോർവേഡ് ബയസിംഗ് എന്ന് പറയുമ്പോൾ ഈ പി ടൈപ്പ് ഫോർവേഡ് ബയസിംഗ് ആകുമ്പം ഈ പി ടൈപ്പ് എന്തായിട്ട്? പി ആയിട്ട്, അതായത് പോസിറ്റീവ് ടെർമിനലായിട്ടും, ഈ എൻ ടൈപ്പ് എന്ത് ചെയ്യും? നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്യും. പി ടൈപ്പ് എന്തായിട്ട് കണക്ട് ചെയ്യും? നെഗറ്റീവ് ടെർമിനലും. എൻ ടൈപ്പ് എന്തായിട്ട് കണക്ട് ചെയ്യും? പോസിറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്യും. ഇതാണ് എന്തോ ഫോർവേഡ് ബയസിംഗിൽ. ഇനി റിവേഴ്സ് ബയസിംഗ് ആയിരുന്നെങ്കിലോ? റിവേഴ്സ് ബയസിംഗ് ആയിരുന്നെങ്കിൽ, ഇപ്പൊ റിവേഴ്സ് ബയസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടറിന് എന്ത് ചെയ്യും? നെഗറ്റീവ് ടെർമിനലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് എന്ത് ചെയ്യും? പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം റിവേഴ്സ് ബയസിംഗ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് ആദ്യം നോട്ട് വെച്ചോളാം. കാരണം വെച്ചാൽ ഇത് ഓർമ്മ ചെയ്യണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ മായ്ക്കാൻ പോവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ കണക്ഷൻ നോക്കാം. ഓക്കെ, അപ്പം പറഞ്ഞു എന്താണ്? എമിറ്ററും ബേസ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസിംഗ് ആയിരിക്കണം. ഫോർവേഡ് ബയസിംഗ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഈ എമിറ്ററിന് എന്തുമായിട്ട്, ഇത് എന്താണ്? NPN. ഈ N എന്തായിട്ട് കണക്ട് ചെയ്യണം? നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യണം. നെഗറ്റീവ്. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിന് എന്ത് ചെയ്യണം? പോസിറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടും കണക്ട് ചെയ്യണം. ഇത് റിവേഴ്സ് ബയസിംഗ്. റിവേഴ്സ് ബയസിംഗ് ആകുമ്പോൾ എൻ ടൈപ്പ് എന്തായിട്ട് കണക്ട് ചെയ്യണം? എൻ ടൈപ്പ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യണം. ഈ പി ടൈപ്പ് എന്തായിട്ട് കണക്ട് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഹൈ വോൾട്ടേജ് ആയിരിക്കും കൊടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു ബാറ്ററി, ഇവിടെ സെൽ എടുത്തത്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇത് ഇ ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? VEE എന്ന് പേര് കൊടുത്തു. ഇവിടെ VCC എന്നും പേര് കൊടുത്തു. കളക്ടറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പേര് വലിയ കാര്യമൊന്നുമില്ല, പേര് കൊടുത്തു നോക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇപ്പം എന്താണ്? 3 ടൈപ്പ് കറണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നാണ് എമിറ്റർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ബേസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ
കളക്ടർ റീജിയനും എന്ത് ചെയ്യും, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു എമിറ്ററിൽ എന്താണ്, ഇതിപ്പോ എൻ ടൈപ്പാണ്. എൻ ടൈപ്പിൽ എന്താണ്, മെജോറിറ്റി ചാർജ് കാര്യമാണ് ഇലക്ട്രോൺസ്. പിന്നെ എമിറ്ററിന്റെ പ്രത്യേകത എന്താണ്, ഹൈലി ഡോപ്ഡ്, അതായത് ഇലക്ട്രോൺസ് ഇവിടെ നിറയെ കാണും. ഇലക്ട്രോൺസ് ഇവിടെ എന്തായിരിക്കും, നിറഞ്ഞിരിക്കും. മെജോറിറ്റി ചാർജ് കാര്യം എന്തായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും. പി ടൈപ്പ് എന്താണ്, ബേസിന്റെ പ്രത്യേകത എന്താണ്, കുറച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡോപ്പ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഹോൾസ്, ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാര്യമാണ് ഹോൾസ്, അത് വളരെ കുറച്ചായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത കളക്ടർ റീജിയൻ. കളക്ടർ റീജിയൻ കുറച്ചുകൂടെ വലുതാണ്, ഞാൻ വരച്ചപ്പോൾ ചെറുതായിപ്പോയതാണ്. എമിറ്ററിനെക്കാളും വലുതാണ്. ഓക്കെ. ഇവിടെ എന്താണ്, ഇലക്ട്രോൺസ് മോഡറേറ്റ് അളവിലായിരിക്കും, മോഡറേറ്റ് ഡോപ്ഡാണ്, അതുകൊണ്ട് മോഡറേറ്റ് അളവിലായിരിക്കും, അതായത് കൂടുതലല്ല കുറവല്ല, ആ രീതിയിലായിരിക്കും ഇവിടെ കളക്ടർ റീജിയനുള്ള ഇലക്ട്രോൺസ്. ഓക്കെ. പിന്നെ ഇതിനെ എന്താണ് മനസ്സിലായ, ഇത് ഡിപ്ലീഷൻ റീജിയൻ, അതായത് പൊട്ടൻഷ്യൽ ബാരിയർ. ഇപ്പൊ അറിയാം, ഫോർവേഡ് ബയസിംഗ് ആകുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ വളരെ ചെറുതായിരിക്കും, റിവേഴ്സ് ബയസിംഗ് ആകുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ വളരെ കൂടുതലായിരിക്കും. അതായത് ഇതിന്റെ ഇടയിൽ എന്തോ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയും. അതായത് ഇവിടുത്തെ ഹോൾസിന് അപ്പുറത്ത് പോകാൻ പറ്റില്ല. ഈ എന്താണ് എമിറ്ററും ബേസും കളക്ടറും കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹോൾസിന് അപ്പുറത്ത് പോകാൻ പറ്റില്ല, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഡിപ്ലീഷൻ റീജിയനും വലുതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വേണമെങ്കിൽ ഇലക്ട്രോൺസിന് അപ്പുറത്ത് പോകാം, ഇവിടെ നിന്ന് ഹോൾസിന് ഇപ്പുറത്തും വരാം. കാരണം എന്താണ്, ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ വളരെ ചെറുതാണ്, വലിയ നിന്നില്ല. ഇവിടെ വെച്ചാൽ റിപ്പൾഷൻ വലുതായിരിക്കും, അപ്പുറത്ത് കടന്നു പോകാൻ പറ്റില്ല ഹോൾസിന്. റിവേഴ്സ് ബയസിംഗിനും ഡിപ്ലീഷൻ റീജിയനും വലുതായിരിക്കും. അതൊക്കെ നമ്മൾ ഡയോഡ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇനി ഞാൻ ബാക്കിയും പറഞ്ഞുതരാം. ബാറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പൊളാരിറ്റി എന്താ, നെഗറ്റീവോ. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ്. അപ്പൊ ഈ നെഗറ്റീവ് കാരണം എന്ത് ചെയ്യും, ഇത് റിപ്പൽ ചെയ്യുമ്പോൾ എന്നിട്ടും ഇത് ഫോർവേഡിലോട്ട് മൂവ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ആദ്യം ബേസിലോട്ട് മൂവ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, കളക്ടറിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ. ഇവിടെ നിന്ന് ഇപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ബേസിലോട്ട് മൂവ് ചെയ്യാണ്. ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് എമിറ്റർ കറണ്ട്, ഐ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ചാർജ് അല്ലേ. ഇപ്പൊ ഇലക്ട്രോൺസ് മൂവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവിടെ കറണ്ട് ക്രിയേറ്റ് ചെയ്ത്, ആ കറണ്ട് പറയുന്ന പേര് എന്താണ്, എമിറ്റർ റീച്ച് ചെയ്യുന്ന കറണ്ട് എന്താണ്, ഇലക്ട്രോൺസ് മൂവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, കറണ്ട് ക്രിയേറ്റ് ചെയ്ത്, ആ കറണ്ട് പറയുന്ന പേര് എന്താണ്, എമിറ്റർ കറണ്ട്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കേസ് നോക്കാം. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഹോൾസ് ആയിട്ട് റീകമ്പൈൻ ചെയ്യും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ ഹോൾസ് വളരെ കുറവാണ്. ഇവിടെ 100 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടോ മൂന്നോ ഹോൾസ് ആണ്. അപ്പൊ അത്രയും റീകമ്പൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, കളക്ടർ റീജിയനോട്ട് പോകും. ഇവിടെ ഇപ്പോൾ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ബാരിയർ ബാധമല്ല, പക്ഷെ ഈ പോസിറ്റീവ് ചാർജ് എന്താണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇലക്ട്രോൺ അപ്പുറത്ത് പോവാം. ഓക്കെ. ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതിന്റെ റിപ്പൽ ചെയ്യും. മനസ്സിലായി. ഇവിടെ ഇലക്ട്രോൺസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഇലക്ട്രോൺസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിന് അപ്പുറത്ത് റിപ്പൽ. കൂടാതെ ഇവിടെ എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതായത് ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരും ഇലക്ട്രോൺസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന കറണ്ട്, ഈ കറണ്ട് ഇല്ലേ, ഇതിന് പറയുന്ന പേരെന്താണ്, IC അല്ലെങ്കിൽ കളക്ടർ കറണ്ട്. ഇനി ബേസിലുള്ള കറണ്ട് കൊണ്ട് നമുക്ക് നോക്കണം.
ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഹോൾസായിട്ട് റീകമ്പൈൻ ചെയ്യും. ഈ ഹോൾസായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എന്തുണ്ട്, നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ കൂടുതൽ നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ബാറ്ററി സെല്ല് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കും. ഇത് പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കും. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അത് ഇവിടെ എന്ത് ചെയ്യാണ്, ഹോൾസ് ഈ ഇലക്ട്രോണായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അതെന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ അവനെ വിട്ടിട്ട് എന്ത് ചെയ്യും, സെല്ലിൻ്റെ കൂടെ പോകും. ഇലക്ട്രോൺ എന്ത് ചെയ്യും, സെല്ലിൻ്റെ കൂടെ പോകും. അപ്പൊ ഇവൻ എന്തോ ഒറ്റയ്ക്കാവുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള വേറെ ഇലക്ട്രോൺ ഒന്നും എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഈ സെല്ലിന് വീണ്ടും വിളിക്കും. ഇവൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന പേരാണ് എന്തോന്ന്, ബേസ് കറണ്ട്, IB. ഓക്കെ. 3 ടൈപ്പ് കറണ്ട് നമുക്ക് നോക്കി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ആദ്യം ചെയ്യും ഇവിടെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ നെഗറ്റീവ് പൊളാരിറ്റി കാണാൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് അങ്ങോട്ട് മൂവ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എമിറ്റർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എമിറ്റർ റീജിയൻ ആയതുകൊണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് ഇലക്ട്രോൺസ് എന്തായിട്ട് റീകമ്പൈൻ ചെയ്യും, ഹോൾസ് ആയിട്ട് റീകമ്പൈൻ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, കളക്ടർ റീജിയനിലോട്ട് പോകും. കളക്ടർ റീജിയൻ പോകുമ്പം ഇവിടെ എന്ത് ഫോം ചെയ്യും, IC എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ബേസ് കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇവിടുത്തെ സെറ്റിൽ ചെയ്ത ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ കറണ്ട് എന്ത് ചെയ്യും, വലിച്ചെടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, ICയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഇവിടെ കിർച്ചോഫ്സ് ലോ അപ്ലൈ ആണെങ്കിൽ വേറെ കാര്യം, ഈ കറണ്ട് ഡയറക്ഷൻ കണ്ടെയ്യും. നമുക്കറിയാം ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന്റെ ഏത് ഡയറക്ഷനാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും തോന്നുന്നത് കറണ്ട് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ കറണ്ട് ഇങ്ങോട്ടേക്കും, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ ഇവിടെ സപ്ലൈ ആകാൻ കാരണം എന്താണ്, ഇവിടെ നിന്ന് കുറെ ഇലക്ട്രോൺസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ബാറ്ററി. ഓക്കെ. ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും, കറണ്ട് ഇങ്ങോട്ടേക്കും, IE ഇങ്ങോട്ടേക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. IBയോ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ്, കറണ്ട് ഇങ്ങോട്ട്, IB ഇങ്ങോട്ടേക്കും, ഇതിന്റെ മേളോട്ട്. ഇലക്ട്രോൺ ഇങ്ങോട്ടാണ്, കറണ്ട് ഇങ്ങോട്ടേക്കും, ഇങ്ങോട്ട്. ഓക്കെ. ഇത് മനസ്സിലായി. കറണ്ട് ഡയറക്ഷൻ കൊണ്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കിയത് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇനി ഒരു റിലേഷൻ കിട്ടും. നമ്മളിപ്പോ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യാമെങ്കിൽ ആ പടം ഓർമ്മ ഉണ്ടല്ലോ. ഒന്ന് IB ഇങ്ങോട്ട്, ഒന്ന് IC ഇങ്ങോട്ട്, IE ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ കിർച്ചോഫ്സ് ലോ അനുസരിച്ച് IE എന്ന് പറയുന്നതായിരിക്കും IB പ്ലസ് IC ആയിരിക്കും. അതായത് എത്ര കറണ്ട് ആണോ അകത്തോട്ട് പോയത് അത്രയും കറണ്ട് തന്നെ ആയിരിക്കും എത്തുന്നത് പുറത്തോട്ടും വരുന്നത്. കിർച്ചോഫ്സ് ലോ അതല്ലേ പറയുന്നത്, എത്ര കറണ്ട് എൻ്റർ ചെയ്തു അത്രയും കറണ്ട് തന്നെ ആയിരിക്കും എത്തുന്നത് പുറത്തോട്ടും പോകുന്നത്. അപ്പൊ IE = IB പ്ലസ് IC നമുക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, IEയുടെ അതായത് കറണ്ടിന്റെ വാല്യൂ, എമിറ്റർ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ബേസ് കറണ്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. പിന്നെ ഉള്ളത് കളക്ടർ കറണ്ട്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് PNP ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് കൂടെ നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.